നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം കോർപ്പറേഷനിലേക്ക് ഇന്നലെ ബി.ജെ.പി. നടത്തിയ മാർച്ച് അക്രമാസക്തമായി. കോട്ടയം നഗരസഭയിലെ മുൻ ജീവനക്കാരൻ പെൻഷൻ ഫണ്ട് തിരിമറി നടത്തിയ സംഭവത്തിലാണ് ബി.ജെ.പി. മാർച്ച് നടത്തിയത്. ഈ മാർച്ചിലാണ് നേരിയ സംഘർഷമുണ്ടായത്. ടൗൺ ചുറ്റി നടന്ന് പ്രകടനം നടത്തിയ പ്രതിഷേധക്കാർ കോർപ്പറേഷന് മുന്നിലെത്തിയപ്പോൾ മാർച്ച് ഗേറ്റിൽ നിലയുറപ്പിച്ചു. എന്നാൽ പോലീസിന്റെ പ്രതിരോധം തകർത്തുകൊണ്ട് പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുകയും ചെയ്തു. തുടർന്ന് ശക്തമായ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി ഓഫീസിനുള്ളിൽ പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. ബി.ജെ.പി. കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ സമരം ഉദ്ഘാടനം ചെയ്തു. 3 വർഷക്കാലം കൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ കോടിക്കണക്കിന് രൂപ തിരിമറി നടത്തിയിട്ടും നടപടിയെടുക്കാതിരുന്ന സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. എന്നാലും പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ കാണാം. അഗിസി വർഗീസ് എന്ന ഈ മുനിസിപ്പാലിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ അയാള് 3.5 കോടി രൂപ ഇവിടെ തട്ടിച്ചോണ്ട് പോയി. ആര് വഴിയാണ്, എങ്ങനെയാണ് തട്ടിച്ചോണ്ട് പോയത്? ഈ പണം തട്ടിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ആള് ഈ മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറി എടുക്കുന്ന ഒരു സംഘടനയുണ്ട്, CPM എന്ന് പറയുന്ന സംഘടന. മരിച്ചുപോയവരുടെ പേരിൽ പെൻഷൻ വരുന്ന കാശ് തട്ടിച്ചു മാറ്റി തങ്ങളുടെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് CPM മാറിയതിന്റെ നിരവധി കഥകൾ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരത്തിൽ 40 ലക്ഷം രൂപ വെട്ടിച്ച ഈ ചെറുപ്പക്കാരനെ CPM-ന്റെ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം NGO-യുടെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും സർവീസിലേക്ക് എടുക്കുന്നു. കോട്ടയത്ത് അദ്ദേഹം ജോലിക്ക് 2020 അദ്ദേഹം ജോലിക്ക് കോട്ടയത്തെത്തുന്നു. ഒരു ഉദ്യോഗസ്ഥന്റെ സർവീസ് റെക്കോർഡൊക്കെ പരിശോധിച്ചുകൊണ്ട് വേണം ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും കൃത്യമായിട്ട് ജോലിക്ക് വിടാൻ വേണ്ടിയിട്ട്.
അത്തരത്തിലുള്ള യാതൊരു പരിശോധനകളും നടത്താതെ ഇദ്ദേഹത്തെ അവിടെ നിയമിച്ചു എന്ന് പറയുമ്പോൾ ഈ തട്ടിപ്പിന് ഈ 40 ലക്ഷം രൂപ മുതൽ ഇപ്പോൾ ഈ 3.5 കോടി രൂപ വരെ വെട്ടിച്ചതിനകത്ത് അത് ആർക്കൊക്കെ അതിന്റെ കൃത്യമായ വിഹിതം ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹത്തിന് ഇത് ഈ ജോലിയിൽ വീണ്ടും വീണ്ടും തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നുകൂടി അന്വേഷണത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. ഇത്ര വലിയ പച്ചയായ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിനെ 2 മുനിസിപ്പാലിറ്റികളിലേക്ക്, പീരാറ്റുപേട്ടയിലേക്കും അതിന് വൈക്കത്തേക്കും ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. വൈക്കത്ത് ജോലിക്ക് പോയ ഈ അഖില് എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ സഹായത്തിന് വരുമെന്നാണ് പറയുന്നത്. എന്തൊരു വിനോദ പൈസ വെട്ടിച്ചതിന്റെ പേരില് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ എല്ലാ മാസവും ഈ തട്ടിപ്പുകൾക്ക് ശേഷവും പെൻഷൻ തുക കൈമാറ്റം ചെയ്യുന്ന സമയത്ത് കോട്ടയം മുനിസിപ്പാലിറ്റി കൃത്യമായിട്ട് വരുന്നു. നിങ്ങൾ ആലോചിക്കണം, ഈ മുനിസിപ്പൽ സെക്രട്ടറി ഇവിടെ എന്താണ് എടുക്കുന്നത്? അദ്ദേഹം ഈ NGO യൂണിയന്റെ ആൾ തന്നെയാണല്ലോ. ഇന്നലെ ഏതോ ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഈ സമരത്തിൽ പങ്കെടുക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ മുനിസിപ്പൽ സെക്രട്ടറിക്ക് കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് കൃത്യമായി കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ തട്ടിപ്പ് നടത്തിയത് കണ്ടെത്തിക്കൊണ്ട് ആ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമായിരുന്നല്ലോ. അതിനുവേണ്ടി ഒരു ചേറുപേരിൽ അടക്കാൻ പോലും ഈ മുനിസിപ്പൽ സെക്രട്ടറി തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പിൽ ഒരു ജൂനിയർ ഹെൽത്ത് നേഴ്സിനെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്.